ഏലം വിളിയാണ് പിന്നെ ഇവിടെ കേട്ടോ. എല്ലാവരും നമ്മളെന്ന് ലൈക്ക് ചെയ്യുക. നമ്മളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കടയില്ലാത്തവരല്ലേ, ഒന്നും ആർക്കും തരാനില്ലല്ലോ. ദയവ് ഇത് ലൈക്ക് അടിക്കാൻ അധിക സമയമൊന്നും വേണ്ട. മുകളിൽ ഡബിൾ ടിക്ക് അടിക്കുക, ലൈക്ക് വീഴും. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, മറക്കാതെ ലൈക്ക് അടിക്കുക. 35 ലൈക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാഷാ അല്ലാ, തരക്കടില്ലാത്തൊരു ലൈക്കാല്ലേ. ഇതേ 17 ആളായിട്ടാണ് വീണ്ടും. എന്നാലും കുഴപ്പമില്ല, എല്ലാവരും കയറിപ്പോരെ. ഖദീജ സമദ് മൈമുന ഹായ് ഹായ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണെന്ന് ഇരിക്കുന്നു. എല്ലാവരും ഫുഡ് കഴിച്ച് ഉറങ്ങാൻ കിടന്നിട്ടായിരിക്കും ചിലപ്പോൾ വീഡിയോ കാണുന്നത്. എന്തായാലും സന്തോഷമുണ്ട് കേട്ടോ, നിങ്ങൾ നമ്മുടെ കൂടെ ഇത്ര നേരം ഇരുന്നുവല്ലോ. എന്തായാലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ടാറ്റാ ബബായ് പറയും കേട്ടോ. ഷമീർക്ക് അണിഞ്ഞൊരുങ്ങി വന്നിട്ട് എന്ത് പറ്റിപ്പോയി? നിങ്ങൾക്കാണ് എപ്പോൾ തൊട്ട് വിളിക്കണത്, ഞാൻ എപ്പോൾ ലിങ്ക് ഇട്ട് തന്നതാ, വരാൻ പറ്റിയില്ല അല്ലേ, കയറിയില്ല. പിന്നെ വേറെ എന്താണ്, ഇനി കയറാൻ പറ്റൂല, ഇതിനകത്ത് ലിങ്കില്ല. ഇപ്പോൾ ഈ 14 ആൾ ലൈക്ക് ഇട്ടാലും അപ്പോഴും 29 പേര് ലൈക്കാവും. പക്ഷെ ആരും നമുക്ക് മനസ്സ് വെക്കുന്നില്ല. എന്ത് പറ്റി? ഞാൻ നിങ്ങൾക്ക് വലുതും കടം തരാനുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാതിരി ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും പരാതിയോ പരിഭവങ്ങളോ വിഷമങ്ങളോ പറയാനുണ്ടെങ്കിൽ പറയണേ. അതിനുള്ള സമയമാണ് ഇപ്പോൾ ആഗതമായിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പറയൂ അമിത അത് കാരണം കൊണ്ടാണ് ഞാൻ ലൈക്ക് അടിക്കുന്നത്. നേരത്തെ ഒരാൾ കയറി പറഞ്ഞില്ല ഞാൻ നിങ്ങളെ ലൈക്ക് അടിക്കൂലെന്ന്. കുഴപ്പമില്ല, ലൈക്ക് അടിക്കില്ല എന്ന് പറയുന്നവർ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം നിങ്ങൾ മുകളിൽ ഇരുന്നിട്ട് ഞാൻ നിങ്ങളെ ലൈക്ക് അടിക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ നിങ്ങൾ ഇരിക്കുന്നവർ എൻ്റെ മിത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും നമ്മളെ ലൈക്ക് അടിക്കാം. ഖദീജ സമദ് മൈമുന ഹായ് ദസ്ന സമീർ. അപ്പോൾ എനിക്ക് ഇന്നും ഷമീർക്ക കാണാൻ പറ്റത്തില്ല അല്ലേ? അല്ലാ, ഇന്ന് ഷമീർഖാനെ കാണാൻ പറ്റിയില്ല അല്ലേ? ഓ, ഒന്ന് 17 ആൾ വന്നിട്ട് 18 ആളായിട്ടോ. അപ്പോൾ ആലോചിച്ച് എത്ര 25 8 33 ലൈക്ക് ആവേണ്ട സമയമായി. ആരും നമ്മളെ ലൈക്ക് അടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മനസ്സിലായി. എന്തായാലും നമ്മളോട് നിങ്ങൾക്കൊരു സ്നേഹവും ഇല്ല അല്ലേ? നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സിമ്പലാണ് നിങ്ങളുടെ ലൈക്ക് അല്ലേ? സ്നേഹത്തിൻ്റെ സിമ്പലാണ് നിങ്ങളെ ലൈക്ക്. ഇൻഷാ അല്ലാഹ് നാളെ എന്തായാലും ഷമീർക്ക ഒന്ന് നിങ്ങൾ കയറിക്കോളിട്ട മനുഷ്യ. എന്താണ് ദസ്നക്കുട്ടി ഷമീർഖാനെ കാണണേ എന്ന് പറഞ്ഞിരിക്കണേ. അപ്പോൾ വേറെന്താണ്? ഖദീജ സമീത മൈമുന ഹായ് എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഹായ് കൊടുക്കും മക്കളെ. ഹായ് ബായ് ഹായ് ബായ്. അപ്പോൾ എനിക്ക് കൂട്ടില്ലേ എല്ലാവരും ആ ഫസീനൊന്ന് കൂട്ടാക്കണേ. പാവം ഫസി ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ നമ്മുടെ ഷമീർക്കാടെ ഞാൻ പറഞ്ഞല്ലോ അല്ലേ, ഷമീർക്കാടെ ഒരു എന്താ പറയുക പുതിയ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. നിങ്ങളതെല്ലാവരും ഒന്ന് കാണണേ. അതുകൊണ്ട് നമ്മുടെ പാച്ചുവിനെ കൂട്ടാക്കാൻ ആരും മറക്കരുത് കേട്ടോ. എനിക്ക് കൂട്ടില്ലേന്ന് ചോദിക്കുന്നുണ്ട് മൈമൂന തസ്ന സമീർ. ഉമ്മ എൻ്റെ ഒരു മോൻ ഉറങ്ങി. 2 ആൺകുട്ടികളാണല്ലേ. മൂത്ത കുട്ടിയാണോ ഉറങ്ങിയത്? അത് ഇളയ കുട്ടിയോ? സീന തംസു ഞാൻ ലൈക്ക് അടിച്ചു. മൈമൂന പോരുന്നോ എൻ്റെ കൂടെ കൂട്ടായി? മൈമൂന ഈ ചെക്കന്തേ ഓരോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. സീനു മൈമുന ഹായ്. വേറൊന്നുമല്ല, അതായത് കൂട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആൾക്ക് 450 ആവാനായിട്ട് 2-3 കൂട്ടിൻ്റെ കുറവുള്ളൂ എന്ന്. അപ്പോൾ കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്നെ കൂട്ടാക്കണേന്നാണ് പുള്ളി പറയണത്. ഇത് കേൾക്കുന്ന ആരും സംശയിക്കണ്ട കേട്ടോ, ഇതൊരു പാവം പയ്യനാണ്. സീനു മൈമുന ഹായ്. സജന സേതാമിനും അല്ലാ സജന കുട്ടി വന്നു. സജന ഫോൺ ശരിയായി. എല്ലാവരും സജനെ അന്വേഷിക്കുകയായിരുന്നു. തസ്ന ഇതാണ് എൻ്റെ സജന മോള് കേട്ടോ. സിയാദ് 17ാമത്തെ ലൈക്ക് അടിച്ച ഖദീജ സമദ് സജന. സജന സേദാ മിനിമോ മിസ്സായടാ. കുറച്ച് നേരമായി ഞാൻ ഇന്നിരിക്കുന്നു. ഇന്ന് കുറച്ച് നേരം നമ്മുടെ നജില വന്നിട്ടുണ്ടായിരുന്നു. നജില അടിച്ചു പൊളിച്ചു, കുറച്ചൊക്കെ പറഞ്ഞു പോയി. നജിലയുടെ കുറച്ച് പാർട്ടീസൊക്കെ നമ്മുടെ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാച്ചു ലൈവിലുണ്ട്. സീന തംസു ഹായ് സജന സിയാസീനു ഫസി ലൈഫ് വേൾഡ്. അതോ എൻ്റെ ഹൃദയം കാരണം ചുണ്ടനേലി സജു. ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ കേട്ടാ, ഞാൻ പറഞ്ഞു കൊടുക്കും. നമ്മുടെ കള്ള ഞാനിത് സ്ക്രീൻഷോട്ട് എടുത്തേക്കിട്ടെ. എൻ്റെ കെട്ടുകൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. നമ്മുടെ കള്ള ശരിയാക്കി എന്നെ കേട്ടാ. എൻ്റെ പാച്ചുവേ ചുണ്ടനെലി എന്ന് പറഞ്ഞപ്പോഴേ എനിക്കാരും ഓർമ്മ വന്നെന്നറിയോ? നമ്മുടെ ആ മറ്റേ അതില്ലേ ഇവിടെ ഞാൻ പെണ്ണിൻ്റെ രേണു സുധിയുടെ വൈഫിനെല്ലാവരും എലിന്നല്ലോ വിളിക്കണേ. എന്താ പറയുക, ബോഡി ഷെയ്മിങ്. ഞങ്ങൾ കേസ് കൊടുക്കാൻ പോവുക, ശരിയാവില്ലല്ലോ. 23 ആളുണ്ട്, 18 ലൈക്കാണ് വന്നിട്ടുള്ളൂ. 23 ആളും കൂടി ഇട്ടിട്ട് എത്ര ലൈക്കാണ് ഒന്നും ആലോചിച്ച് നോക്കിയേ. എത്ര ലൈക്കാ? 40 ചില്ലാൻ ലൈക്കാ. റഹ്മാനെ, എനിക്കിതൊക്കെ ഞാൻ എങ്ങനെ കൊണ്ടുപോകൂല? നിങ്ങളെല്ലാവരും കയറുന്ന ലൈക്ക് അടിക്കും മക്കളെ. ഞാൻ കാണട്ടെ, ഒരു 50 ലൈക്ക് ആവും. എനിക്ക് ഒരു രക്ഷയില്ല, എനിക്കറിയാവില്ല എന്നുള്ളത്. എന്നാലും ഞാൻ ദുരാഗ്രഹം പറയുകയാണ്. പോട്ടെ, സാരില്ല. ഖദീജ എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ്? എന്തായാലും മോശമായിട്ടാ ഫസിയെ. ഫസീനോട് മിണ്ടണ്ട കേട്ടോ നമുക്ക്. സജന, എൻ്റെ സജന കുട്ടീനെ കയറിയിട്ട് ചുണ്ടനെലി എന്ന് വിളിച്ചില്ല, ശരിയാക്കി തരുന്നുണ്ട്. കാർന്ന് തിന്നുന്നു, ഹൃദയം കാർന്നാലും ചുണ്ടനെലി എന്നൊന്നും വിളിക്കാൻ പാടില്ല കേട്ടോ. ഷമീർക്കാന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ സജന. തസ്ന പോയോ? തസ്ന കുഞ്ഞിനെ കിടത്താൻ പോയി തോന്നുന്നുണ്ടല്ലേ.
തസ്ന എൻ്റെ കൂടെ ഇരിക്കുന്നു പറഞ്ഞു. പക്ഷെ തസ്നയ്ക്ക് കുഞ്ഞു മക്കളാണ്, അത് കാരണം തസ്ന